ഭക്ഷണം രുദ്രാരുദ്രപ്രിയ. ചാരുവിനെയും കൊണ്ട് അശ്വിൻ്റെ കാർ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ നന്ദിനി കരഞ്ഞുപോയി. കഴിഞ്ഞ കുറച്ചു വർഷമായി തൻ്റെ കുടുംബത്തിൻ്റെ നെടുംതൂണാണ്. അമ്മയെയും സഹോദരനെയും ഒരല്ലലുമില്ലാതെ നോക്കിയവൾ. നടുവ് തളർന്ന് കിടപ്പായി പോയവനെ എഴുന്നേൽപ്പിച്ച് നടത്തി ഈ നിലയിലാക്കിയവൾ. അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ വിളക്കാണ് വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് പോയത്. സന്തോഷത്തോടുകൂടി തന്നെയാണ് അവളെ യാത്രയയച്ചത്. ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് കണ്ണ് നിറയേണ്ടി വരില്ലെന്നും അറിയാം. എങ്കിലും എന്തിനോ നെഞ്ച് വിങ്ങിപ്പോയി. അരുണിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് ഉറപ്പിച്ചതാണ്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടത്തിലും തളർന്നു കിടന്നവനാണ്. പക്ഷേ തൻ്റെ അനിയത്തി ഒരാൾ കാരണമാണ് എഴുന്നേറ്റ് നിൽക്കുന്നതും ഇത്രയും നല്ലൊരു ജോലിയിലിരിക്കുന്നതും. ഒരിക്കലും തനിക്കൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് ചിന്തിച്ചിടത്തു നിന്ന് തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരുവളിലേക്ക് ചുരുങ്ങിപ്പോയതും എല്ലാം അവളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ്. അശ്വിൻ അവളെ പൊന്നുപോലെ നോക്കുമെന്നറിയാം. മാത്രമല്ല ആ കുടുംബത്തിൽ അവൾ രാജകുമാരി ആയിരിക്കുമെന്നും. പക്ഷേ എന്തുകൊണ്ടോ ഇനി മുതൽ അവൾ തങ്ങളുടെ ഒപ്പം ഇല്ല എന്ന ചിന്ത നെഞ്ചിലെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോകുന്ന അതിഥിയായി അവൾ മാറിയപ്പോൾ മനസ്സത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അമ്മയുടെയും മകൻ്റെയും അവസ്ഥ തന്നെയായിരുന്നു കീർത്തിക്കും. കാരണം കൂടെ പിറക്കാതെ തന്നെ കൂടപ്പിറപ്പായവളാണ്. തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആത്മവിശ്വാസം തന്ന് കൂടെ നിന്നവൾ. ഇന്ന് തനിക്കുള്ള സന്തോഷത്തിനെല്ലാം കാരണക്കാരിയായവൾ. പോരാത്തതിന് അവളുടെ കുടുംബം തന്നെ അവൾ തനിക്ക് തന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം എങ്ങനെ നന്ദി അറിയിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. തങ്ങളുടെ രണ്ടുപേരുടെയും നിൽപ്പും ഭാവവും ഒക്കെ കണ്ടാൽ അവളെന്തോ യുദ്ധത്തിന് പോയതാണെന്ന് തോന്നുമല്ലോ. ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ ഒപ്പം ജീവിക്കാനല്ലേ, സന്തോഷത്തോടു കൂടിയല്ലേ നമ്മൾ അവളെ യാത്രയാക്കേണ്ടത്. എന്നിട്ടാണോ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചും വന്നേ ഇങ്ങോട്ട്? ആൾക്കാർ കണ്ടാൽ എന്ത് കരുതും? രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അരുൺ അകത്തേക്ക് പോയി. അപ്പോഴേക്കും വിജയൻ കലവറയെല്ലാം ഒതുക്കി പാചകക്കാർക്കുള്ള കൂലിയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അധികം വന്ന കുറച്ചു ഭക്ഷണം അടുത്തുള്ള ചെറിയൊരു ആശ്രയമെന്ന ആശാകേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി വിജയൻ തന്നെ മുൻകൈയെടുത്ത് അവരെ വിളിച്ച് ഭക്ഷണം കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചാരു പോകുന്നതിൻ്റെ ടെൻഷനിലിടയിൽ അതൊന്ന് ശ്രദ്ധിക്കാനുള്ള സമയം അരുണിനില്ലായിരുന്നു. അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത വിജയനോട് തീർത്താൽ തീരാത്ത നന്ദി പറഞ്ഞു അരുൺ. അതൊന്നും സാരമില്ലടോ, എൻ്റെ തനുവിൻ്റെ വിവാഹത്തിനും ഇതുപോലെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സഹകരിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തീരുന്ന വിഷമമേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? മറുവീടിന് പോകുന്ന ചടങ്ങൊന്നും ഇല്ല. അവർക്കതിലൊന്നും താല്പര്യമില്ല. വിവാഹം തന്നെ ആർഭാടമൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. എന്നാലും അവളെ അങ്ങനെ ഇറക്കി വിടാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ആർഭാടം. അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ഇപ്പോൾ പഴഞ്ച ഏർപ്പാടായി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയനുസരിച്ച് ചടങ്ങുകളൊക്കെ ഓരോന്നായി കുറയ്ക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. 2-3 പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് അത് ചില്ലറ ആശ്വാസമല്ലായിരിക്കും കൊടുക്കുന്നത്. വിജയനും പറഞ്ഞു. വച്ചുകെട്ടലും ഭാരങ്ങളും ഒക്കെ തലയിൽ നിന്നും എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചാരുവിന് പകുതി ആശ്വാസമായി. അലമാര തുറന്ന് അവൾക്കിടാനുള്ള ചുരിദാർ എടുത്ത് അശ്വിൻ തന്നെയാണ് കയ്യിൽ പിടിച്ചു കൊടുത്തത്. ഓർണമെൻറ്റ്സ് ഡ്രോയുടെ ഉള്ളിൽ അവൻ തന്നെയാണ് പൂട്ടിവെച്ചത്. അതിൻ്റെ താക്കോൽ ചാരുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ താഴെ പോയി അമ്മയുടെ റൂമിൽ പോയി ഫ്രഷ് ആവാം. താൻ വേഗം ഫ്രഷ് ആവാൻ നോക്ക്. അതോ ഇനി ഞാൻ അതിനും കൂടി സഹായിക്കണോ? അവൻ്റെ കളിയാക്കിയുള്ള ചോദ്യം കേട്ടപ്പോൾ ചാരു കൂർപ്പിച്ച് വെച്ച് അവനെ നോക്കി. അശ്വിൻ മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് തൊട്ടടുത്ത റൂമിലേക്ക് പോയി. ചാരു ഉടുത്തിരുന്ന സാരി അഴിച്ച് ഡ്രസ്സിംഗ് സ്റ്റാൻഡിൽ വിയർപ്പ് മാറുന്നതിനായി വിരിച്ചിട്ടു. ബാത്ത് ടവൽ ഉടുത്ത് അണ്ടർസ്കർട്ടും ബ്ലൗസും അക്കൂട്ടത്തിൽ അഴിച്ചിട്ടു. അതിനുശേഷം അശ്വിൻ കയ്യിൽ കൊടുത്ത് ഡ്രസ്സെടുത്ത് നേരെ കുളിമുറിയിലേക്ക് കയറി. ഷവറിൽ നിന്നും തണുത്ത വെള്ളത്തുള്ളികൾ ശരീരത്തിലേക്ക് പതിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസം തോന്നി. കുറച്ച് സമയമെടുത്ത് കുളിച്ചതിന് ശേഷം തിരികെ ഡ്രസ്സ് മാറി റൂമിൽ വരുമ്പോൾ അശ്വിൻ റൂമിലുണ്ട്. ഇതെപ്പോൾ വന്നു? അവിടെ താഴെ തന്നെ എല്ലാവരും തിരക്കി. ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വരാച്ചുവേട്ടാ. അവൾ വേഗം ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് മുടി വിടർത്തിയിട്ട് ചെറിയൊരു ക്ലിപ്പ് വെച്ചു. നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ കുങ്കുമത്തിൽ വിരലൊടിക്കുമ്പോൾ ചുണ്ടിൽ അറിയാതെ ചിരി വിരിഞ്ഞു. കഴുത്തിലെ ചെയിനിൽ തൂങ്ങിക്കിടക്കുന്ന ആലില താലി തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുള്ളതുപോലെ ചാരുവിന് തോന്നി. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അടുത്ത് നിൽക്കുന്ന കുങ്കുമച്ചെപ്പ് കയ്യിലെടുത്ത് അതിൽ നിന്ന് ഒരു തുള്ളി സിന്ദൂരം സീമന്തരേഖയിലേക്ക് തൊടാൻ തുടങ്ങുമ്പോൾ അശ്വിൻ അത് വാങ്ങി തൊട്ടുകൊടുത്തു. ഇനി മുതലെന്നും ഇത് ഞാൻ തന്നെ ചെയ്തു തരാൻ കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. ചാരുവിൻ്റെ മുഖം നെറ്റിയിൽ തൊട്ട കുങ്കുമത്തിൻ്റെ ഒപ്പം ചുവന്നു പോയി. അശ്വിൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തുടുത്ത കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ വാവേ. ഇപ്പോൾ എൻ്റെ സിന്ദൂരത്തിൻ്റെയും താലിയുടെയും അവകാശിയായി എൻ്റെ റൂമിൽ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഡോക്ടർക്ക് സാഹിത്യം നല്ല വശമാണല്ലോ. ചാരു അവൻ്റെ നെഞ്ചിൽ തള്ളി മാറി നിന്നുകൊണ്ട് കളിയാക്കി. സാഹിത്യം മാത്രമല്ല, എനിക്ക് ബാക്കി പലതും വശമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കുറച്ചുകൂടി സമയം കഴിയട്ടെ, അപ്പോൾ വിശദമായി എല്ലാം ഞാൻ പറഞ്ഞു തരാം. അർത്ഥം വച്ചുള്ള അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ പെണ്ണിന് കാര്യം മനസ്സിലായി. അവനിൽ നിന്നുള്ള നോട്ടം വെട്ടിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അശ്വിനും കൂടെ താഴേക്കുള്ള പടികൾ ഇറങ്ങി. താഴേക്ക് ചെന്ന പടേ ചാരു മൃദുലയുടെ അടുത്തേക്ക് ചെന്ന് ചേർന്നിരുന്നു. എന്തിനാ മോളെ ഇപ്പോഴേ ഇറങ്ങി വന്നത്? കുറച്ചു നേരം കിടന്നുറങ്ങാമായിരുന്നില്ലേ? അത്രയ്ക്ക് ക്ഷീണം കാണും. അതൊന്നും ഇല്ല അമ്മ, താഴെ നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ മാത്രം റൂമിൽ കിടന്നുറങ്ങുന്നത് എങ്ങനെയാ? എനിക്ക് എത്ര ക്ഷീണമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയുടെ മടിയിൽ അല്പം കിടന്നുറങ്ങാം. കാര്യമായി എന്തൊക്കെയോ സംസാരിച്ചിരുന്ന് അശ്വിനും കാണുന്നത് ഈ കാഴ്ചയാണ്. പെട്ടെന്ന് അവൻ്റെ മുഖം കുശുമ കൊണ്ട് വീർത്തു. ഞാനിവിടെ ഇരിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ പോയി കിടക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇവക്ക്? രാജശേഖരനുമായി കാര്യമായി എന്തോ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഈ കാഴ്ച. രാജൻ കണ്ടു അശ്വിൻ്റെ മുഖത്തെ കുശുമ്പ്. അയാൾക്ക് ചിരി വന്നു. അശ്വിൻ്റെ മുത്തശ്ശിയും ആ കാഴ്ച കണ്ട് നിറഞ്ഞ മനസ്സോടെ ഇരുവരെയും നോക്കി. എല്ലാം ചാരു ചുറ്റും ഇരിക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ക്ഷീണവും തളർച്ചയും കാരണം കണ്ണടഞ്ഞു പോകുന്നു. പോരാത്തതിന് മൃദുല അവളുടെ തലയിൽ തലോടുക കൂടി ചെയ്യുമ്പോൾ ഉറക്കം കുറച്ചുകൂടി സുഖത്തിലായി. അല്പസമയം കഴിഞ്ഞപ്പോൾ പെണ്ണ് സുഖനിദ്രയിലായി. അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ അവരുടെ ആ ഇരിപ്പും മറ്റും മനനിറയ്ക്കുന്നതായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അശ്വിൻ അത്യാവശ്യമായി 1-2 കോളുകൾ വന്നപ്പോൾ പുറത്തേക്ക് പോയി. തിരികെ കയറി വരുമ്പോഴും അമ്മ ചാരുവിനെയും കൊണ്ട് അതേ ഇരിപ്പ്. അച്ചു, മോൾ ഉണരുമെന്ന് തോന്നുന്നില്ല, നീ അവളെ റൂമിലേക്ക് കിടത്ത്. ഉറക്കത്തിൽ ആന കുത്തിയാൽ പോലും പെണ്ണുണരില്ല എന്നുള്ള സത്യം അശ്വിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മ പറയാൻ കാത്തിരുന്നത് പോലെ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവൻ മുകളിലത്തെ പടികൾ കയറി. എല്ലാവരും അത് നോക്കി ചിരിച്ചു. റൂമിൽ കൊണ്ടുപോയി അവളെ ബെഡിൽ കിടത്തിയിട്ട് അശ്വിൻ ഡോർ ലോക്കാക്കി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനും ഉറങ്ങിപ്പോയി. ക്ഷീണം കാരണം ഓരോരുത്തരും ഓരോ ഇടത്തായി കിടന്നെന്ന് പറയുന്നതാവും സത്യം. ചെറുക്കനും പെണ്ണും വീടെത്തിയപ്പോൾ തന്നെ വിനോദ് റൂമിൽ കയറി കതകടച്ചതാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി അമ്മാതിരി ഓട്ടമാണ് അവൻ ഓടുന്നത്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ ബന്ധുക്കൾ തിരികെ പോയതുകൊണ്ട് വീട്ടിൽ അരുണും അമ്മയും കീർത്തിയും മാത്രമായി. 3 പേരും കൂടി പതിവില്ലാതെ ഉമ്മറത്തിരുന്നു. സാധാരണ ഇതുപോലെ വന്നിരിക്കുമ്പോൾ തേയിലവെള്ളവും ഇട്ട് കുറയ്ക്കാനും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന എല്ലാവരും വട്ടം കൂടിയിരുന്ന് ചിരിയും കളിയും ബഹളവുമൊക്കെയാണ്. നാളെ നിനക്ക് ഓഫീസിൽ പോകണോ? എന്തോ ഓർത്തുകൊണ്ട് നന്ദിനി അരുണിനോട് ചോദിച്ചു. നാളെ കൂടി ഞാൻ ലീവാക്കിയിട്ടുണ്ടമ്മ. 1-2 അത്യാവശ്യമായി ചെയ്തു തീർക്കാനുണ്ട്. മറ്റന്നാൾ തൊട്ട് പോയി തുടങ്ങണം. എന്നാൽ പിന്നെ നീ മറ്റന്നാളും കൂടി ലീവാക്കിക്കോ അരുൺ. മറ്റന്നാൾ ചാരുവിനെയും ഡോക്ടറെയും വിരുന്നിന് വിളിക്കണം. അതൊരു നാട്ടുനടപ്പാണ്. പെണ്ണ് സ്വന്തം വീട്ടിൽ വിരുന്ന് വന്നതിന് ശേഷം മാത്രമേ മറ്റുള്ള വീടുകളിൽ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ അമ്മ? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആചാരങ്ങളാണ് അതൊക്കെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ ഓഫീസിൽ പോകാം. പ്രത്യേകിച്ച് നാളെ എന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, നാളെ നീ ഓഫീസിലേക്ക് പൊയ്ക്കോ. മറ്റന്നാൾ ഇവിടെ നിന്നാൽ മതി. അവിടെയുള്ളവർക്കൊക്കെ ഉള്ള തുണികളൊക്കെ നേരത്തെ എടുത്തു വെച്ചതുകൊണ്ട് അത് പ്രയോജനമായി. മറ്റന്നാൾ എന്തൊക്കെയാണമ്മ? സദ്യയാണോ? കീർത്തി ചോദിച്ചു. സദ്യയാണ്, എന്നാലും കുറച്ച് ചിക്കനും മട്ടനും ബീഫും വാങ്ങണം. അശ്വിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നമുക്കറിയില്ലല്ലോ. വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അമ്മ ഒരു ലിസ്റ്റ് തന്നാൽ മതി. ഞാൻ നാളെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വാങ്ങി തന്നിട്ട് പോകാം. അങ്ങനെ കൂടുതലായിട്ടൊന്നും വേണ്ടടാ, ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. കല്യാണത്തോടനുബന്ധിച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇനിയും മിച്ചമുണ്ട്. അന്ന് കലവറയിൽ വിജയൻ കയറിയതുകൊണ്ട് മിച്ചം വന്ന സ്റ്റേഷനറി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. ആരും നോക്കാതെ ഇട്ടിരുന്നെങ്കിൽ എന്തുമാത്രം നഷ്ടമായേനെ. സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ തള്ളയുടെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ലാത്തതുമാണ്. അരുൺ പകുതി കളിയായും പകുതി കാര്യത്തിലും പറഞ്ഞു. നിന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്തൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അച്ഛൻ മരിച്ച് നീയും കൂടി കിടപ്പിലായപ്പോൾ ഇങ്ങോട്ടൊന്നും കയറാതെയായി. എന്നാലും വിവരങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ തിരക്കും. എന്തായാലും നാളെ നീ ഓഫീസിൽ പോകുമ്പോൾ അവിടെ പോയി ചാരുവിനെ നോക്കണം. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം പെണ്ണിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. നാളെ എന്തായാലും നീ പോകുമ്പോൾ അവിടെ ഒന്ന് കയറിയേക്ക്. നമ്മളാ ഇനി ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട. മതിയമ്മ, ഇനിയിരുന്ന് ഇപ്പോൾ തന്നെ സമയം എത്ര ആയിന്നറിയാമോ? പകൽ മുഴുവനുള്ള അലച്ചിലല്ലായിരുന്നോ? 2 പേരും പോയി കിടക്കാൻ നോക്ക്. അമ്മയെയും കീർത്തിയെയും വഴക്ക് പറഞ്ഞ അരുൺ ഗേറ്റടച്ച് പൂട്ടിയോ എന്ന് നോക്കാൻ പോയി. ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട മോള്, ഈ പാലുമായിട്ട് റൂമിലേക്ക് ചെല്ല്. അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസ് പാലെടുത്ത് ചാരുവിൻ്റെ കയ്യിൽ കൊടുത്ത് മൃദുല പറഞ്ഞു. എന്നാൽ അവളത് കയ്യിൽ വാങ്ങിക്കൊണ്ട് തലയും കുനിച്ച് നിൽപ്പാണ്. മൃദുല ചിരിയോടെ അത് നോക്കി നിന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ കുട്ടി,
നീ ഇതുവരെ വിട്ടില്ലായിരുന്നോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തി റൂമിലേക്ക് വിടാൻ പറ്റുമോ? അതും ആന കുത്താൻ വന്നാൽ പോലും അറിയാത്ത നിന്നെ. അച്ചു അപ്പോഴേ നിന്നെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയത് ഇത്ര വലിയ തെറ്റാണോ? അതല്ലമ്മ, നമ്മൾ 3 പേര് മാത്രമല്ലല്ലോ, ഇവിടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ എന്ത് കരുതി കാണും എന്നെക്കുറിച്ച്? അച്ചമ്മയ്ക്കൊക്കെ എന്നോട് ദേഷ്യമായി കാണില്ലേ? ഇതാ ഇപ്പോൾ നന്നായത്. ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നുമില്ല. എൻ്റെ മോൻ്റെയും മോളുടെയും ജീവിതമല്ലേ, അതെങ്ങനെ വേണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. നീ ഇവിടെ നിന്ന് താളം ചവിട്ടാതെ റൂമിലേക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ അവൻ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. പിന്നെ ഇതേപോലെ കരഞ്ഞു നിന്നാൽ ഞാൻ കൂട്ടു നിൽക്കില്ല. അത്രയും ആയപ്പോൾ ചാരു പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് പോയി. ഡോർ തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ റൂമിൽ ഇരുട്ടാണ്. അവൾ തപ്പിപ്പിടിച്ച് ലൈറ്റ് ഓണാക്കി. പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞു. ഒരു ഭാഗത്തായി ഹാർട്ട് ഷേപ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ബെഡ് നന്നായി അലങ്കരിച്ച് 2 അരയന്നങ്ങളും അതിന് നടുവിലായി റോസ് പെറ്റൽസും ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒപ്പിച്ചിട്ട് ആളെവിടെ പോയി എന്ന് നോക്കുമ്പോൾ സൈഡ് ഗ്ലാസ് ഡോർ തുറന്ന് കിടക്കുന്നു. ചാരു അവിടേക്ക് നോക്കി. ചാരു കസേരയിൽ കിടക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ വലത് കൈ അവൾക്ക് നേരെ നീട്ടി. ചാരു അവൻ്റെ കയ്യിൽ പിടിച്ചതും ഒറ്റ വലിയിൽ അവളെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു അശ്വിൻ. അവൻ്റെ മടിയിലിരുന്ന് കഴുത്തിലൂടെ കൈ ചുറ്റി വെച്ചു ചാരു. ഇതെന്താ ഇവിടെ ഇരുന്നേ? അവൻ്റെ കവിളിലൂടെ വിരലൊടിച്ചുകൊണ്ട് ചാരു ചോദിച്ചു. എനിക്കിവിടെ ഇങ്ങനെ നിന്നെയും പിടിച്ചിരിക്കണമെന്ന് തോന്നി. അവളുടെ നെഞ്ചിലേക്ക് മുഖം ചായച്ചു വെച്ചുകൊണ്ട് അശ്വിൻ കുറുകി. ചാരു അവൻ്റെ മുടിയിലൂടെ വിരൽ കടത്തി. നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഇരിക്കാനാണോ അച്ചുവേട്ടൻ്റെ പ്ലാൻ? അങ്ങനെയൊന്നുമില്ല പെണ്ണെ, കുറച്ചു നേരം ഇവിടെ ഇരിക്കണമെന്ന് തോന്നി. ചാരു പുറത്തേക്ക് നോക്കുമ്പോൾ എങ്ങും ഇരുട്ടാണ്. ഇപ്പോൾ നോക്കിയാൽ ഈ ഇരുട്ടത്ത് എന്ത് കാണാനാണ്? വാ, നമുക്കകത്ത് പോകാം. അശ്വിൻ അവളെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി. അവളെ ബെഡിൽ കൊണ്ട് കിടത്തി അശ്വിൻ ചേർന്ന് കിടന്നു. അടുത്ത് കിടക്കുന്നതല്ലാതെ അവൻ പിന്നീടൊന്നും സംസാരിക്കാത്തത് കൊണ്ട് ചാരു എത്തിക്കൊത്തി നോക്കി. ഇടയ്ക്കൊക്കെ ചിരിവിരിയുന്ന അവൻ്റെ ചുണ്ട് കണ്ടപ്പോൾ എന്തോ ആലോചിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അച്ചുവേട്ടൻ എന്തായി ആലോചിക്കുന്നേ? എന്നോടുകൂടി പറ. അതോ ഞാൻ ആലോചിക്കുകയായിരുന്നു, എങ്ങനെയാ നീ എൻ്റെ ഉള്ളിൽ കയറി പറ്റിയതെന്ന്. എപ്പോഴും വഴക്കു മാത്രം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിനെയാണ് വിധി എന്ന് പറയുന്നത്. അച്ചുവേട്ടന് വേണ്ടി മാത്രം ജനിച്ചതാണ്. സോ സിമ്പിൾ. അതെ, എനിക്ക് വേണ്ടി മാത്രം ജനിച്ചതാണ്. എനിക്ക് വേണ്ടി മാത്രം. ഇങ്ങനെ കിടന്നാൽ മതിയോ? നമുക്ക് ഉറങ്ങണ്ടേ? അശ്വിൻ അവളെ എടുത്ത് പുറത്തേക്ക് കയറ്റി കിടത്തിക്കൊണ്ട് ചോദിച്ചു. വേണ്ട. ചാരു കൊഞ്ചി. അതെന്താ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആരെങ്കിലും ഉറങ്ങുമോ? പിന്നെ ഉറങ്ങാതെ. അശ്വിൻ ചിരി കടിച്ചമർത്തി. പോ അങ്ങോട്ട്, എന്നെ കളിയാക്കാതെ. അവളുടെ പിണക്കവും ചുണ്ടുകൂർപ്പിക്കലും ഒക്കെ കണ്ടപ്പോൾ അവൻ ഉത്സാഹമായി. പോയേ, എനിക്ക് ഉറക്കം വരുന്നു, കൊഞ്ചാൻ സമയമില്ല. അവൾ അവൻ്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങി ബെഡിലേക്ക് കിടന്നു. അങ്ങനെ പിണങ്ങിയാലോ സിസ്റ്ററെ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ട്. അവളെ വരിച്ച് നേരെ കിടത്തി അശ്വിൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനവളോടുള്ള പ്രണയവും വാത്സല്യവും കൊണ്ട് നെഞ്ച് വിങ്ങുന്നത് പോലെ തോന്നി. എന്നെ ഇത്രമാത്രം തന്നിലേക്ക് തളച്ചിടാൻ എന്ത് മായാജാലമാണ് പെണ്ണെ നീ കാണിച്ചത്? പ്രണയം നിറച്ച ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ പരസ്പരം കുരുത്തു. ദീർഘനേരം അവൻ്റെ പ്രണയം വിങ്ങുന്ന കണ്ണുകളെ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അശ്വിൻ അവളെ വാരിപ്പുണർന്നു. മുഖം മുഴുവനും ചുംബനം കൊണ്ട് മൂടി. എൻ്റെ പൂച്ചക്കുട്ടി. തന്നിലേക്ക് പതുങ്ങി കിടക്കുന്നവളോട് അപ്പോൾ തോന്നുന്നത് അടങ്ങാത്ത പ്രണയമായിരുന്നു. അവളുടെ ചുവന്ന അതിരത്തിൽ അശ്വിൻ അല്പം നേരം ചുണ്ട് ചേർത്ത് വെച്ചു. പിന്നെ പതിയെ നുകർന്നു. ചാരു ആലസ്യത്തിൽ മുങ്ങിപ്പോയി. അവളെ ചേർത്ത് പിടിച്ചെഴുന്നേറ്റ് അശ്വിൻ തൻ്റെ മടിയിലിരുത്തി അവളുടെ മുഖമാകെ ചുണ്ട് ചേർത്തു. കമ്മലും ചേർത്ത് അവളുടെ കാതിൽ കടിച്ചു നുണഞ്ഞു. പെണ്ണ് നെളിഞ്ഞുപോയി. വലത് കൈ അവളുടെ ഇടുപ്പിൽ ഉറപ്പിച്ചു. മുഖം അവളുടെ ശംഖ് കടഞ്ഞ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങി. അവൻ്റെ ചുണ്ടും നാവും നൽകുന്ന ആലസ്യത്തിൽ അവളുടെ കണ്ണ് കൂമ്പി അടഞ്ഞുപോയി. തുടരും.